വെൽക്കം ടു കുക്കിംഗ് അപ്പ് സംതിങ് നൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഒരു സിമ്പിൾ ആൻഡ് ഈസി ജീര റൈസ് റെസിപ്പിയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ഗ്ലാസ് ബാസ്മതി റൈസാണ്. ഞാൻ ജനറലി യൂസ് ചെയ്യണ ഇന്ത്യ ഗേറ്റ് ബാസ്മതി റൈസാണ്. ഇത് അബൌട്ട് 150 ഗ്രാംസ് ബാസ്മതി റൈസ് ഉണ്ടാവും. ആൻഡ് ഈ സെയിം ഗ്ലാസ്സിൽ മെഷർ ചെയ്തിട്ട് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം എടുക്കും ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി. നോർമൽ ടെമ്പറേച്ചർ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണത് ഇതിന് വേണ്ടി കുക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ എണ്ണ, 1 ടീസ്പൂൺ നെയ്യ് ഘീ, പിന്നെ സോൾട്ട്, 1 ടീസ്പൂൺ ജീരകം ക്യുമിൻ സീഡ്സ് ആൻഡ് 1-2 ടേബിൾ സ്പൂൺ അരിഞ്ഞ് മല്ലിയില ലാസ്റ്റിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. ഇനി നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വയ്ക്കും എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് 1 ടീസ്പൂൺ ഘീ ആഡ് ചെയ്യും. ഇത് നല്ലോണം നമ്മൾ പാനിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ആ 1 ടീസ്പൂൺ ജീരകം മെഷർ ചെയ്ത് വെച്ചത് അത് ആഡ് ചെയ്യും. ഇതൊന്ന് ഒരു 1 മിനിറ്റിലേക്ക് നമ്മൾ മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്യണം. ഇത് കരിഞ്ഞു പോകാൻ പാടില്ല, ഒത്തിരി ബ്രൗണും ആവാൻ പാടില്ല. ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെള്ളം കളഞ്ഞ് വാഷ്ഡ് ആൻഡ് ഡ്രെയിൻഡ് റൈസ് ആഡ് ചെയ്തിട്ട് ഒരു 2 to 3 മിനിറ്റ്സിലേക്ക് നമ്മളിത് നല്ലോണം ഫ്രൈ ചെയ്യും. ഇത് റൈസ് കുഴയാതിരിക്കാനും സ്റ്റിക്ക് ചെയ്യാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ ഗ്രെയിനും ആ ഓയിൽ ആൻഡ് ഘീ വെച്ചിട്ട് നല്ലോണം കോട്ടാവും. ഇത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ആ മെഷർ ചെയ്ത് 1.5 ഗ്ലാസ് സെയിം അരി എടുത്ത ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം അരിയൊക്കെ ആ വെള്ളത്തിലേക്ക് ആക്കിയിട്ട് ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോണ സോൾട്ടാണ്. സോൾട്ട് എപ്പോഴും ഇങ്ങനെ ജീര റൈസ്, പുലാവ്, ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ച് സോൾട്ട് കൂടുതൽ, ഒരു പൊടിക്ക് കൂടുതലായിരിക്കണം, എന്നാലേ ആ അരി വെന്ത് വരുമ്പോഴത്തേക്ക് അതിൽ ഉപ്പുണ്ടാവുള്ളൂ. ഇനി അതൊരു കുറച്ച് ബോയിലായി വന്നു വെള്ളം. ഇനി നമ്മളത് കവർ ചെയ്തിട്ട് അപ്രോക്സിമേറ്റ്ലി 8 മിനിറ്റ്സാണ് കുക്ക് ചെയ്യാൻ പോണത്. അപ്പോഴത്തേക്ക് നമ്മളുടെ ചോറ് റെഡിയാവും. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, സോ ദാറ്റ് ഈവനായിട്ട് എല്ലാം കുക്കാവും. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് 8 മിനിറ്റ്സിലേക്ക് കുക്ക് ചെയ്യും. ഇനി അത് തുറക്കുമ്പോഴത്തേക്ക് വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞു. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ആൻഡ് അധികം നമ്മളിത് സ്പാറ്റുല വെച്ചിട്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അരി ബ്രേക്ക് ചെയ്ത് പോവും ആൻഡ് കുഴഞ്ഞും പോവും. ഇനി നമ്മൾ ഇങ്ങനെ എല്ലാം അത് റെഡി ആക്കിയിട്ട് അടച്ച് വെച്ച് 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടേ തുറക്കാൻ പാടുള്ളൂ. 15 മിനിറ്റ്സ് ആയി. ഇനി പതുക്കെ ഒരു ഫോക്ക് വെച്ചിട്ട് നമ്മൾ ഫ്ലഫ് ചെയ്ത് കൊടുക്കും, സോ ദാറ്റ് എല്ലാ ഗ്രെയിനും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ലോണം സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് നല്ല ഒരു ജീര റൈസാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം അതെല്ലാം നല്ലോണം സെപ്പറേറ്റായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ആയിരിക്കും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് മല്ലിയില അതിലേക്ക് ആഡ് ചെയ്ത് ഗാർണിഷ് ചെയ്യുക. മല്ലിയില ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇടേണ്ട ആവശ്യമില്ല, ഇത് അവോയ്ഡ് ചെയ്യുക. ആൻഡ് ഈ റൈസ് വേഗം ആവുന്ന ഒരു റൈസാണ്, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്, സോ ചെറുതിലെ കുറേ കഴിച്ചിട്ടുണ്ട്. എൻ്റെ മോളുടെ ഫേവറേറ്റാണ്. ഇത് നമുക്ക് റൈത്ത, പനീർ ബട്ടർ മസാല, ദാൽ, ചിക്കൻ കറി എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വെരി ടേസ്റ്റി റൈസാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.